ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണ് കർക്കിടക അട ചെയ്തതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു അരക്കപ്പ് പച്ചരിയും അരക്കപ്പ് കുക്കിംഗ് റൈസ്, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ആയാലും മതി. അരക്കപ്പ് വീതം പച്ചരി അരക്കപ്പ് പാചകം ചെയ്യുന്ന അരി, ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് കുതിർത്ത് അരച്ചെടുക്കുക. വെള്ളം ഒരുപാട് ചേർക്കണ്ട. അതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഇതുപോലെ ഇരിക്കണം. പക്ഷേ ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടും ഉണ്ടാവണം. മാവ് കുറച്ച് തിക്കായിട്ടും ഇരിക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അരക്കപ്പ് കരിപ്പെട്ടി നല്ല നാടൻ കരിപ്പെട്ടി, മധുരമുള്ള കരിപ്പെട്ടി ആണെങ്കിൽ അരക്കപ്പ് മതി. നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് കരിപ്പെട്ടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും വേണമെങ്കിൽ ചെയ്യാം. വെള്ളത്തിലോട്ട് കരിപ്പെട്ടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിലെ ആ ഡേർട്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മാവിലോട്ട് ചൂടോടുകൂടെ തന്നെ ഒഴിച്ച് മാവും ഈ കരിപ്പെട്ടി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നാലേ നമ്മുടെ ഈ ചൂടിലിരുന്ന് നമ്മുടെ പച്ചരി മാവ് വെന്ത് നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് ആ അട നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് തരിയൊന്നുമില്ലാതെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഈ ചൂടുള്ള കരിപ്പെട്ടി വെള്ളവും അരച്ച് വെച്ച മാവും നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 24 മണിക്കൂർ അതിനെ അടച്ചു വയ്ക്കുക. മാവ് നന്നായിട്ട് പുളിച്ചാൽ മാത്രമേ അട സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അല്ല എങ്കിൽ അപ്പത്തിന് നമ്മൾ കപ്പി കാച്ചുന്നത് പോലെ അല്പം മാവെടുത്ത് കപ്പി കാച്ചി അരച്ച് വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ഒഴിച്ച് നമുക്ക് ഉടനെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 24 മണിക്കൂർ 1 ഡേ റെസ്റ്റ് ചെയ്യാൻ വെച്ച് മാവ് പുളിച്ചതിന് ശേഷമാണ് അത് എടുത്തേക്കുന്നത്. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയും കുറവാണ് എങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൺസിസ്റ്റൻസി ശരിയാക്കാം. ഇനി അതിൽ വയ്ക്കേണ്ട പൂർണ്ണം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് ക്ലീൻ ചെയ്ത് അങ്ങനെയും യൂസ് ചെയ്യാം. അല്ല എങ്കിൽ റോസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം തേങ്ങയും ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അട ചെയ്യുന്നതിന് മുന്നേ ഒരു 1/2 hour മുന്നേ എങ്കിലും ഈ തേങ്ങയും ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ ആ ഉഴുന്ന് പരിപ്പ് തേങ്ങയിലെ ആ വെള്ളവും കൂടെ ചേർന്ന് അത് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പൂർണ്ണത്തിലോട്ട് നമ്മൾ ആ ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. മധുരത്തിനനുസരിച്ച് ശർക്കര ഒരു 1/4 കപ്പോ അരക്കപ്പോ ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ പൂർണ്ണം മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ശർക്കര മിക്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്ത് ആ പൂർണ്ണം വെള്ളം പോലെയാവും, നമ്മുടെ അട ശരിയായി വരത്തില്ല. അപ്പോൾ ആ കുക്ക് ചെയ്യുന്ന ആ സമയത്ത് വേണം നമുക്ക് ആ പൂർണ്ണത്തിലോട്ട് ശർക്കര ആഡ് ചെയ്യാൻ. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ദോശ ചുടുന്നതിൽ ഒരു തവി മാവ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഈ പൂർണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മാവും കൂടെ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ മാക്സിമം നോൺ സ്റ്റിക്ക് പാനിലിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വലിച്ചെടുക്കും. നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ കുക്കായി കിട്ടും. 2 വശവും മറിച്ചിട്ട് നന്നായി കുക്ക് ചെയ്ത് എടുക്കുക. നമ്മുടെ കർക്കിടക അട റെഡി.